ഹായ് കൂട്ടുകാരി, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ യൂസ്ഫുള്ളാണ്. നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് കാറ്ററിംഗ് യൂണിറ്റ് ഒക്കെ തുടങ്ങിയ എൻ്റെ കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോയും വളരെ തന്നെ ഉപകാരപ്രദമായിരിക്കും. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത് കാറ്ററിംഗുകാർ കല്യാണ പാർട്ടികളിലും മറ്റുള്ള ആവശ്യങ്ങളിലും തയ്യാറാക്കി കൊടുക്കുന്ന നല്ല മധുരമേറിയ നാരങ്ങാച്ചാറാണ്. എന്നും നമ്മൾ തയ്യാറാക്കുന്ന നാരങ്ങാച്ചാറിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഞാൻ ഈ അച്ചാർ തയ്യാറാക്കി കാണിച്ചിട്ടുള്ളത്. എല്ലാവർക്കും വളരെയധികം ഇഷ്ടമാകുന്ന നല്ല സ്വാദാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മധുരമുള്ള അച്ചാർ ആയതുകൊണ്ടിട്ട് അവർക്ക് ഒരുപാട് തന്നെ ഇഷ്ടപ്പെടുകയും ചെയ്യും. നിങ്ങളിലേക്ക് തരുന്ന ഓരോ വീഡിയോസും ഞാൻ അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ നല്ലൊരു വീഡിയോ ആണ്, എല്ലാവരും കണ്ട് ചേച്ചി സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ തരുന്ന ഓരോ വാക്കുകളുമാണ് മറ്റുള്ള ആൾക്കാരിലേക്ക് നമ്മുടെ വീഡിയോ എത്തപ്പെടുന്നതും. അപ്പോൾ എങ്ങനെയാണ് കാറ്ററിംഗ് സ്പെഷ്യൽ നല്ല മധുരമുള്ള കിടുക്കാച്ച നാരങ്ങാച്ചാർ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കാണാം. കാറ്ററിംഗ് സ്പെഷ്യൽ നാരങ്ങ അച്ചാർ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ അളവിലാണ് നാരങ്ങ എടുത്ത് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുള്ളത്. അച്ചാറിന് കയ്പൊന്നും ഇല്ലാതിരിക്കാനും വേണ്ടിയിട്ട് നല്ല പഴുത്ത നാരങ്ങ വേണം നമുക്ക് അച്ചാറിനായിട്ട് എടുക്കാനായിട്ടും. നാരങ്ങ കഴുകി വൃത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു കോട്ടൺ ഉപയോഗിച്ച് നല്ലതുപോലെ ഇതിലെ വെള്ളമെല്ലാം ഒന്ന് തുടച്ചു മാറ്റണം. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നാരങ്ങ അച്ചാർ കേടായി പോവാനൊക്കെ സാധ്യത കൂടുതലാണ്. നിങ്ങൾ നാരങ്ങ അച്ചാർ തയ്യാറാക്കുന്ന സമയം നല്ല വെയിലുണ്ടെങ്കിൽ വെയിലത്ത് വെച്ചൊന്ന് ഉണക്കിയെടുത്താലും കുഴപ്പമൊന്നുമില്ല. നാരങ്ങയിലെ വെള്ളമയം എല്ലാം ഒന്ന് കളഞ്ഞെടുത്ത് വെച്ചിരിക്കുവാണ്. ഇനി നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്ത് കൂടി എടുക്കണം. അച്ചാർ തയ്യാറാക്കുമ്പോൾ നാരങ്ങ വാങ്ങുമ്പോൾ ഒരു തരി പോലും വാടലില്ലാത്ത നാരങ്ങ നോക്കി വേണം വാങ്ങാനായിട്ടും. നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് നല്ല ഫ്രഷ് ആയിട്ടുള്ള നാരങ്ങയാണ്. ഇനി നമുക്കുടൻ തന്നെ ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് തുടങ്ങാം. നാരങ്ങയുടെ വലിപ്പം അനുസരിച്ച് നമുക്ക് പല ഭാഗങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു 8 പീസുകളായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നാരങ്ങ കട്ട് ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഇതിനുള്ളിലെ സീഡ് കൂടെ എടുത്തു മാറ്റാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇല്ലെങ്കിൽ നമ്മുടെ അച്ചാറിന് നല്ല കയ്പൊക്കെ ഉണ്ടാവാനും സാധ്യത കൂടുതലാണ്. നാരങ്ങ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ എടുത്തിട്ടുള്ള മുഴുവനും നാരങ്ങയും ഒന്ന് കട്ട് ചെയ്തിട്ട് വരാം. അതുപോലെ തന്നെ നാരങ്ങ കട്ട് ചെയ്യാൻ എടുക്കുന്ന കത്തി സ്റ്റീലിൻ്റെ ആണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇല്ലെങ്കിൽ നമ്മളുടെ പട്ടക്കത്തിയൊക്കെ വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നതെങ്കിൽ നമ്മുടെ കത്തിയുടെ മൂർച്ച പോകാനൊക്കെ സാധ്യത കൂടുതലാണ്. ഞാനിപ്പോൾ ഇതേ ഒരു രീതിയിലാണ് നാരങ്ങ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. മാരിനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം തന്നെ കുറച്ച് കല്ലുപ്പ് നാരങ്ങയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 പിടി കല്ലുപ്പാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അതിനുശേഷം 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഒരു കയ്യിൽ ഉപയോഗിച്ച് നല്ലതുപോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കയ്യിലുകൾ എടുക്കുമ്പോൾ ഒരു തരി പോലും വെള്ളമില്ലാതെ വേണം എടുക്കാനായിട്ടും. ഇനിയിപ്പോൾ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു നാരങ്ങയെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നാരങ്ങ അച്ചാർ തയ്യാറാക്കി എടുക്കണമെങ്കിൽ അരമണിക്കൂറിന് ശേഷം അച്ചാർ തയ്യാറാക്കാവുന്നതാണ്. നാരങ്ങ അച്ചാറൊക്കെ തയ്യാറാക്കുമ്പോൾ ഒരു ദിവസം മുഴുവനും കല്ലുപ്പിൽ നനച്ചു വെച്ച് തയ്യാറാക്കി എടുക്കുന്നതാണ് അച്ചാറിന് ഏറ്റവും സ്വാദ് കൂടുതൽ കിട്ടുന്നത്. അപ്പോൾ സമയമൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഒരു ദിവസം മുഴുവനും നാരങ്ങ ഉപ്പ് പുരട്ടി വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഞാനിപ്പോൾ നാരങ്ങ മിക്സ് ചെയ്ത് വെക്കുന്നത് വൈകിട്ടാണ്. ഇനി ഞാൻ നാളെ രാവിലെയേ അച്ചാർ തയ്യാറാക്കാൻ തുടങ്ങൂ. ഇനി നമുക്കിതിനെ ഒന്ന് മൂടി മാറ്റി വെക്കാം. നമ്മൾ നാരങ്ങയിലേക്ക് ഉപ്പ് തിരുമ്മി വെച്ചിട്ട് പിറ്റേ ദിവസം ആയിട്ടുണ്ട്. ഇനി മൂടി തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ നാരങ്ങ നല്ലതുപോലെ കളറെല്ലാം പിടിച്ച് വന്നിട്ടുണ്ട്. അതുപോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് ഇളക്കിയും കൂടി യോജിപ്പിക്കുന്നുണ്ട്. നമ്മുടെ നാരങ്ങയിൽ അത്യാവശ്യം കുറച്ച് ഉപ്പുവെള്ളമൊക്കെ ഇറങ്ങിയും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നാരങ്ങയെ ഒന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് അച്ചാർ തയ്യാറാക്കാൻ തുടങ്ങാം. ഇനി നമുക്ക് കുറച്ച് മസാലകൾ പൊടിച്ചെടുക്കേണ്ടതുണ്ട്. അതിനായിട്ടൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായും വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് 2 സ്പൂൺ അളവിൽ കടുക് ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ 1.5 സ്പൂൺ അളവിൽ ഉലുവ കൂടെ ചേർക്കാം. ഉലുവയും ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമുക്ക് വേണ്ടത് കായമാണ്. ഞാൻ ഇത്രയും വലിപ്പത്തിലുള്ള ഒരു കായമാണ് എടുത്തിട്ടുള്ളത്. ഇനി കായക്കട്ടയെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൂടെ ഇട്ട് കൊടുക്കണം. ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ കായം പെട്ടെന്ന് തന്നെ ഒന്ന് മുരിഞ്ഞു കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. കായം ഇവിടെ എല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ചെറിയ തീയിൽ വെച്ച് കൊടുത്താൽ ഇതിന് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യുമ്പോൾ നല്ലതുപോലെ ശ്രദ്ധിച്ച് വേണം ചെയ്തെടുക്കാനായിട്ട്.
കടുക് ഒരു തരി പോലും കരിയാതെ വേണം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അതിനായിട്ട് ചെറിയ തീയിൽ വെച്ച് വേണം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ. ഒരു 5 മിനിറ്റ് നേരം ഫ്രൈ ചെയ്തെടുത്തപ്പോൾ കായവും ഉലുവയൊക്കെ ഒന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കായക്കട്ട നല്ലതുപോലെ ഒന്ന് വീർത്തും വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് വേണ്ടുന്ന മറ്റുള്ള ചേരുവ എടുക്കാം. ഒരു 1/4 കിലോ അളവിൽ വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കുറച്ചധികം തന്നെ കറിവേപ്പിലയും ഒരു 7 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് പൊടിയായി കട്ട് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ പച്ചമുളകൊന്ന് വട്ടത്തിൽ അരിഞ്ഞും വെക്കണം. ഇനി നമുക്ക് വേണ്ടത് ഈത്തപ്പഴമാണ്. ഞാനിവിടെ 20 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ അച്ചാറിന് പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നതിനായിട്ട് 100 ഗ്രാം അളവില് റൈസിൻസ് കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈത്തപ്പഴത്തിലേക്ക് 250 മില്ലി അളവിലുള്ള കപ്പില് 1 കപ്പ് അളവിൽ വിനാഗിരി കൂടി ചേർത്തിട്ട് ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് വെക്കുവാണ്. ഈ ഒരു കാര്യം നമ്മൾ നേരത്തെ തന്നെ തയ്യാറാക്കി വെക്കേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ ഈത്തപ്പഴം നല്ലതുപോലെ ഒന്ന് കുതിർന്ന് വരാനും സാധ്യതയുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അച്ചാർ തയ്യാറാക്കാൻ തുടങ്ങാം. ഞാനിവിടെ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് നല്ലെണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ അത് ഒഴിവാക്കാവുന്നതുമാണ്. ചൂടായ പാനിലേക്ക് ഞാനിവിടെ 1/4 കിലോ അളവിലാണ് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നല്ലെണ്ണ നല്ലതുപോലെ ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് വറ്റൽമുളക് കട്ട് ചെയ്തത് ചേർക്കാം. വറ്റൽമുളക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് കറിവേപ്പില ചേർക്കാം. കറിവേപ്പിലയും ചേർത്ത് ഒന്ന് വഴണ്ട് വരുമ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച 1/4 കിലോ അളവില് വെളുത്തുള്ളി ചോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ കൂടെ തന്നെ ചെറിയ കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തിട്ടും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളക് കൂടി ചേർത്ത് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. പച്ചമുളകും ചേർത്ത് ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ കാണിച്ച റൈസിൻസ് കൂടി ചേർത്ത് ഒന്നുകൂടെ വഴറ്റിയെടുക്കുവാണ്. ഇനി നമ്മൾ വഴറ്റുന്ന റൈസിൻസ് നല്ലതുപോലെ ഒന്ന് വീർത്തൊക്കെ വരണം. അതുവരെയാണ് നമുക്ക് ചെറിയ തീയിൽ വെച്ച് കൊടുത്ത് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കേണ്ടത്. ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ റൈസിൻസും നല്ലതുപോലെ ഒന്ന് വീർത്തൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ നമുക്കിതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് ഒന്നുകൂടെ മുരിയിച്ചെടുക്കാം. മഞ്ഞൾപ്പൊടി നല്ലതുപോലെ മൂത്ത് പാകമായി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി വേണ്ടത് 3 ടേബിൾ സ്പൂൺ അളവില് കാശ്മീരി മുളക് പൊടിയാണ്. കാശ്മീരി മുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് 3 സ്പൂൺ അളവില് എരിവെള്ള മുളക് പൊടിയും കൂടിയാണ്. ഇനി മുളക് പൊടി ചെറിയ തീയിൽ വെച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മുരിയിച്ചെടുക്കാം. മുളക് പൊടി ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നാരങ്ങയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. നാരങ്ങ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിനെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നാരങ്ങയിലേക്ക് നമ്മൾ ചേർത്തിട്ടില്ല മുളക് പൊടിയൊക്കെ നല്ലവണ്ണം തന്നെ യോജിച്ച് കിട്ടണം. അതുവരെയാണ് നമുക്ക് ഇളക്കി കൊടുക്കേണ്ടത്. നമ്മുടെ നാരങ്ങയിലേക്ക് മുളക് പൊടിയെല്ലാം നല്ല പോലെ തന്നെ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ചേർക്കേണ്ടത്, നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ബിരിയാണി അച്ചാർ ആയതുകൊണ്ട് നമുക്കിതിലേക്ക് 125 ഗ്രാം അളവില് പഞ്ചസാര ചേർക്കണം. കൂടെ തന്നെ നമ്മൾ നേരത്തെ നനച്ചു വെച്ചിട്ടുള്ള ഈത്തപ്പഴം കൂടിയാണ് ചേർക്കേണ്ടത്. ഈത്തപ്പഴം ചേർത്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് നിരത്തിയതിന് ശേഷം ഇനി ചെറിയ തീ വെച്ച് കൊടുത്തിട്ട് നാരങ്ങ ഒന്ന് വെന്ത് കിട്ടണം. ആയിട്ട് ഞാനിവിടെ മൂടിയും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. 5 മിനിറ്റിന് ശേഷം ചെറിയ തീയിലിരുന്ന് തിളച്ചു വന്നിട്ടുള്ള നാരങ്ങയെ ഒന്ന് മൂടി തുറന്നിട്ട് ഒന്നുകൂടി കൂട്ടി യോജിപ്പിച്ച് ഇളക്കി കൊടുക്കുവാണ്. 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ നാരങ്ങ നല്ലപോലെ ഒന്ന് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഒന്നുകൂടി സോഫ്റ്റായി കിട്ടുന്നത് വരെ നമുക്ക് ഒരു 2 മിനിറ്റ് നേരം കൂടെ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ കല്ലുപ്പ് ചേർക്കാവുന്നതാണ്. നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ള റൈസിൻസിനും അതുപോലെ ഈത്തപ്പഴത്തിനും ഉപ്പ് പിടിച്ച് കിട്ടണം. അതുകൊണ്ടാണ് കുറച്ചുകൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ടുള്ളത്. ഉപ്പും ചേർത്തിട്ട് നാരങ്ങാച്ചാർ ഒന്നുകൂടി തിളച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഒരു 100 ഗ്രാം അളവിൽ വിനാഗിരി കൂടെ ചേർത്ത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ സമയത്തും ഫ്ലെയിം സിമ്മിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മുടെ അച്ചാറിന്റെ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിനാഗിരി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ അച്ചാർ ഇതേ ഒരു പാകത്തിലാണ് ഇവിടെ ആയി കിട്ടിയിട്ടുള്ളത്. നമ്മുടെ അച്ചാറിലേക്ക് ഞാനിവിടെ ഒരു 350 ഗ്രാം അളവിലാണ് വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഉടൻ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉലുവ, കടുക്, കായം ഇതുകൂടി പൊടിച്ച പൊടി കൂടി ചേർത്തിട്ട് ഒന്നുകൂടെ കൂട്ടിയിളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള കാറ്ററിംഗ് സ്പെഷ്യൽ ബിരിയാണി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെയും ഇതുപോലൊരു നാരങ്ങ അച്ചാർ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം തയ്യാറാക്കി നോക്കണേ. ഈ ഒരു അച്ചാർ നമുക്ക് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ തന്നെ കിട്ടുന്നത്. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ ചെറിയ പരിപാടിയൊക്കെ വരുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾ അച്ചാർ ഉണ്ടാക്കി സൂക്ഷിക്കേണ്ടതുമാണ്.
അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. ഈ ഒരു വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ യൂസ്ഫുൾ ആയി എന്ന് തന്നെ വിശ്വസിക്കുവാണ്. വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കൂടെ കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കല്ലേ. നിങ്ങൾ തരുന്ന ഓരോ വാക്കുകളുമാണ് മറ്റുള്ള ആൾക്കാരിലേക്ക് നമ്മുടെ വീഡിയോ എത്തപ്പെടുന്നതും. ഇനിയിപ്പോൾ നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് കാറ്ററിംഗ് യൂണിറ്റ് ഒക്കെ തുടങ്ങിയ എൻ്റെ കൂട്ടുകാർക്ക് ഈ ഒരു അച്ചാർ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് തയ്യാറാക്കി വിൽപ്പന നടത്താവുന്നതുമാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ കണ്ട് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവിനെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അതുപോലെ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചേച്ചിയെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സപ്പോർട്ട് ചെയ്തിട്ട് ആ കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഓൾ ഓപ്ഷൻ അടിച്ചിടാനും മറന്നു പോകരുത്. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് എല്ലാം തന്നെ നിങ്ങളുടെ കയ്യിൽ നോട്ടിഫിക്കേഷൻ വഴി എത്തുന്നത്. ഇനിയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഇനിയും കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.